Dear children, all are welcome to 9th Standard Social Science class. In the last class, we learned about the trade routes of medieval world and about its features and important cities that developed in the eastern and western countries, and also about the cities that originated on the banks of the rivers. അതായത് മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്നതായ വാണിജ്യപാതകളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ പുരോഗതി പ്രാപിച്ചതായ നഗരങ്ങളെക്കുറിച്ചും ഏതെല്ലാം നദീതീരങ്ങളിലാണ് വ്യത്യസ്ത നഗരങ്ങൾ ഉയർന്നു വന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി ഗിൽഡ്സ്. ഗിൽഡുകൾ എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഗിൽഡുകൾ എന്നാൽ എന്ത്? Guilds were the association of experts in different occupational sectors. It were the association of experts in different occupational sectors. അതായത് വ്യത്യസ്ത തൊഴിൽ മേഖലകളിലെ എക്സ്പെർട്ട് ആയിട്ടുള്ളവരെ അല്ലെ വൈദഗ്ധ്യം നേടിയവരുടെ സംഘടനയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. There are two kinds of guilds. രണ്ട് തരത്തിലുള്ളതായ ഗിൽഡുകളോ there were two kinds of guilds. They were craft guilds and merchant guilds. വ്യാപാര ഗിൽഡുകളെന്നും കരകൗശല ഗിൽഡുകൾ എന്നും രണ്ടായിട്ട് നമുക്ക് ഈ ഗിൽഡുകളെ തിരിക്കാം. ഗിൽഡുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഗ്രൂപ്പ് ഓഫ് ഓർ ദ അസോസിയേഷൻ ഓഫ് എക്സ്പെർട്ട് ഇൻ ഡിഫറെന്റ് ഓക്കുപേഷണൽ സെക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. അത് വ്യത്യസ്ത തൊഴിൽ മേഖലകളിലെ വൈദഗ്ധ്യം നേടിയ ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ആണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഗിൽഡുകളുണ്ട്. ദേ വെയർ ദ മർച്ചന്റ് ഗിൽഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഗിൽഡ്സ്. ഹാൻസിയാറ്റിക് ഗിൽഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മർച്ചന്റ് ഗിൽഡ്. ഹാൻസിയാറ്റിക് ഗിൽഡ് എന്ന് പറയുന്നത് വ്യാപാര ഗിൽഡിന് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ ലെതർ വർക്കേഴ്സ്, ദെൻ ദ ബ്ലാക്ക് സ്മിത്ത്, ദെൻ കാർപ്പന്റേഴ്സ് എക്സെട്ര വേർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ക്രാഫ്റ്റ് ഗിൽഡ്സ്. അതായത് തുകൽ പണിക്കാർ, ലെതർ വർക്കേഴ്സ്, ദെൻ ദ ബ്ലാക്ക് സ്മിത്ത്, ദെൻ ദ ഇരുമ്പ് പണിക്കാർ, ദെൻ കാർപ്പന്റേഴ്സ്, ഇവരെല്ലാവരും ഈ ക്രാഫ്റ്റ് ഗിൽഡ്സിന് എക്സാമ്പിൾസുകളാണ്. ഇപ്പോഴ് നമ്മൾ പഠിച്ചു ഗിൽഡുകൾ എന്നാൽ എന്ത്, two kinds of guild. ഏതൊക്കെയാണ്, which were the two kinds of guilds. Then next about the aims of the guilds. The aims of the guilds. What were the factors led to the formation of the guild? ഗിൽഡുകളുടെ രൂപീകരണത്തിന് സഹായിച്ചതായ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ആണ് നമ്മൾ പറയുന്നത്. Rapid increase of trade, then the formation of specific occupational sectors and the necessity to fight against excessive taxation and exploitation, and also the sense of organization. അതായത് ഒരു സംഘടനാ ബോധം മനുഷ്യരിലുണ്ടായി. അതുപോലെ തന്നെ അമിതമായ നികുതിക്കെതിരായും മറ്റ് ചൂഷണത്തിനെതിരായിട്ട് ശബ്ദമുയർത്താനുള്ളതായ ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടാകുന്നുണ്ട്. Then the അമിതമായിട്ടുള്ള വ്യാപാരത്തിന്റെ വളർച്ച, and also the formation of specific occupational sectors. അതായത് പ്രത്യേക തൊഴിൽ മേഖലകളിലെ രൂപീകരണം, വ്യാപാരത്തിന്റെ വളർച്ച, then സംഘടനാ ബോധം, അമിതമായ നികുതിക്കും എക്സ്പ്ലോയിറ്റേഷനും ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താനുള്ളതായ ഒരു മനോഭാവം, ഇതൊക്കെയാണ് ഗിൽഡുകളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചതായ കാരണങ്ങളെന്ന് പറയുന്നത്. What were the aims behind the formation of the guild? ഗിൽഡുകളുടെ രൂപീകരണത്തിന്റെ പിന്നിലുള്ളതായ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? To cherish or foster mutual help and cooperation. അതായത് പരസ്പര സഹകരണവും സഹായവും വളർത്തുക. To maintain the monopoly of the market and also to maintain economic stability. To attain economic stability and also to maintain monopoly of the trade. കച്ചവടത്തിന്റെ കുത്തക നിലനിർത്തുക. അതുപോലെ തന്നെ ആൻഡ് ദെൻ ടു അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. കമ്പോളത്തിന്റെ കുത്തക നിലനിർത്തുക. പരസ്പര സഹകരണവും സഹായവും ഉറപ്പാക്കുക അല്ലെങ്കിൽ വളർത്തുക. ഫോസ്റ്റർ ഓർ ചെറിഷ് mutual help and cooperation etc. were the aims behind the formation of the guild. ഇപ്പോഴും നമ്മൾ പഠിച്ചത് ഗിൽഡുകൾ എന്നാൽ എന്ത്, ടു കൈൻഡ്സ് ഓഫ് ഗിൽഡ്സുകൾ ഏതൊക്കെയാണ്, ഗിൽഡുകൾ രൂപീകരിക്കുന്നതിന് പിന്നുള്ള സാഹചര്യങ്ങൾ ഏതെല്ലാം, ഗിൽഡിന്റെ ഫോർമേഷന്റെ പിന്നുള്ളതായ ലക്ഷ്യങ്ങൾ ഏതെല്ലാം.
In the textbook, there is given the different responsibilities of the guild. നമ്മുടെ പുസ്തകത്തിൽ ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. The framing of laws, framing of then the labor laws, and also fixation of the mode of sale and fixation of the prices, and also the fixation of the working hours, and also maintaining the quality of the products, etc., were the important responsibilities of the guild. ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ചുമതലകളെന്ന് പറയും. ഫ്രെയിമിംഗ് ലേബർ ലോസ്, അതായത് തൊഴിലാളികളുടെ നിയമം രൂപീകരിക്കുക. Then the division of labor means അധ്വാന വിഭജനം. Maintain the quality of the പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിലനിർത്തുക. And determining the mode of sale, വിൽപ്പന രീതി ഡിറ്റർമിൻ ചെയ്യുക. Then the fixing of prices and working hours, etc., were the responsibilities of the guild. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇതുവരെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കുക. വാട്ട് ഈസ് ഗിൽഡ് and what were the factors behind the formation of the guild? Which were the two kinds of guilds? And list out the important duties or responsibilities of the guild. List out the important duties or responsibilities of the guild. ഗിൽഡുകൾ എന്നാൽ എന്ത്? ഗിൽഡുകളുടെ രൂപീകരണത്തിന് സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം? ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഗിൽഡുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏതെല്ലാം? അടുത്തതായിട്ട് നമുക്ക് മധ്യകാല വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. Education got very much development during the time of medieval period. Not only the primary level education but also the university level education also developed during that time. അതായത് വിദ്യാഭ്യാസത്തിന് വളരെയധികം പുരോഗതി നേടിയ ഒരു കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. പ്രാഥമിക തല വിദ്യാഭ്യാസം മാത്രമല്ല, സർവകലാശാല തലത്തിലുള്ളതായ വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ വളരെയധികമായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. One of the notable feature of this time is that education is limited to nuns and also to the daughters of nobles and rulers. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അതായത് കന്യാസ്ത്രീകൾക്കും അതുപോലെ തന്നെ ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയൊക്കെ മക്കൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസം നൽകിയിരുന്നത് ഈ കാലഘട്ടത്തിൽ. The education was limited to nuns and the daughters of rulers and nobles. The main subjects were taught in the primary level were the grammar, philosophy, then literature, then astronomy, mathematics, so and so. അതായത് മാത്തമാറ്റിക്സ്, ഗണിതം, then the ജ്യോതിശാസ്ത്രം, ഗണിതം, then the ജ്യോതിശാസ്ത്രം, ലോസ് ഓഫ് ദ നേച്ചർ, പ്രകൃതി നിയമങ്ങൾ, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ്റെ തലത്തിൽ ഉണ്ടായിരുന്നത്. Then next about the university level education, their main subjects were language, grammar, philosophy. Then next about grammar, philosophy, then medicine, etc. അതായത് ഏറ്റവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട്സ് യൂണിവേഴ്സിറ്റി തലത്തിൽ ഉണ്ടായിരുന്നത് മെഡിസിൻ ഓർ ദ വൈദ്യശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു പ്രൈമറി തലത്തിലും സർവകലാശാല തലത്തിലുള്ളതായ വിദ്യാഭ്യാസത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നത്. The important universities that were existed in medieval period in Europe were the Bulgaria in Italy, Paris in France, then Constantinople in Turkey, and Oxford and Cambridge universities in London. ലണ്ടനിലെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് സർവകലാശാല, ഫ്രാൻസിലെ പാരീസ് സർവകലാശാല, ഇറ്റലിയിലെ ബൾഗോള, ദെൻ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയതായ സർവകലാശാലകളായിരുന്നു പ്രധാനപ്പെട്ട സർവകലാശാലകളെന്ന് പറയുന്നു. In addition to spreading of education in Europe, the education in the medieval period spread to Central Asia also.
സെൻട്രൽ ഏഷ്യയിലും വിദ്യാഭ്യാസ പുരോഗതി വളരെയധികമായിട്ട് മിഡിവൽ പീരീഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മിഡിവൽ പീരീഡിൽ യൂറോപ്പിൽ മാത്രമായിരുന്നില്ല, മധ്യ ഏഷ്യയിലും എസ്പെഷ്യലി ചൈന, നെക്സ്റ്റ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന് വളരെയധികമായിട്ടുള്ള പ്രാധാന്യം, വളരെയധികമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. കൊർദോവ യൂണിവേഴ്സിറ്റി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് by the Arabs in Spain was the one of the important educational center. അതായത് അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ചതായ കൊർദോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതായ അല്ലെങ്കിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചതായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഓൾസോ there existed ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഗുരുകുല system of education also existed in India. In China also educational progress prevailed there, and the ijaz as the degree of ladies. By attaining this degree they were able to attain or they were able to become the teachers. Then maktaba were their primary level education centers. അതായത് മക്തബ് എന്ന് പറയുന്നതായ ഒരു വിദ്യാകേന്ദ്രങ്ങളായിരുന്നു പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി അറബികളുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അത് കേന്ദ്രങ്ങളായിരുന്നു പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി അറബികളുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇജാസ് എന്ന ഡിഗ്രി നേടുന്നതോടുകൂടി അധ്യാപകരാകാനുള്ളതായ സാധ്യത ഉണ്ടായി. അധ്യാപകരാകാനുള്ള ഡിഗ്രി ആയിരുന്നു ഇജാസ് എന്ന് പറയുന്നത്. ഇതൊക്കെയായിരുന്നു ചൈനയിലും സെൻട്രൽ ഏഷ്യയിലും ഇന്ത്യയിലുമൊക്കെ നിലനിന്നതായ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയും. മെഡീവൽ എഡ്യൂക്കേഷൻ ഓർ മധ്യകാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു തുടർ പ്രവർത്തനം ഞാൻ തരാം. എഴുതിയെടുക്കുക, നല്ലതുപോലെ പഠിക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ പ്രോഗ്രസ് ഓഫ് മിഡീവൽ വേൾഡ്. മധ്യകാല സമൂഹത്തിൻ്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്കിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ.